ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ യാത്രയും തുടങ്ങുന്നത് ഈ അണക്കര 8 മൈൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ. ഇവിടുത്തെ ഒരു അതിമനോഹരമായ ഒരു പള്ളിയാണിത്. ഇടുക്കി ജില്ലയിലെ തന്നെ പ്രശസ്തമായ പള്ളികളിലൊന്നാണ് ഈ അണക്കര 8 മൈൽ പള്ളി. ഇവിടെ തന്നെ ഒരു ധ്യാന കേന്ദ്രമൊക്കെ ഉണ്ട്, മരിയൻ ധ്യാന കേന്ദ്രം എന്നും പറഞ്ഞ്. നമ്മൾ ഇതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളൊക്കെ നല്ല അടിപൊളി, നല്ല വ്യൂ ആണ് കാണാൻ. അണക്കരയൊക്കെ പള്ളിയുടെ ഭാഗങ്ങളും പിന്നെ അതുപോലെ തന്നെ അണക്കര ടൗണ്, അതിനോടനുബന്ധിച്ച് വരുന്ന തോട്ടങ്ങൾ എല്ലാം നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടോ കുഞ്ഞി? കൊള്ളാം, നല്ല സ്ഥലമാണ്. പോയേക്കാം അല്ലേ? ആ, നമ്മുടെ കല്യാണ ഫംഗ്ഷനുള്ള യാത്ര നമ്മൾ 8 മൈൽ കഴിഞ്ഞ് കുമളി റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കുഞ്ഞേ, ഈ വഴി ഞാൻ വന്നിട്ടില്ല കേട്ടോ. ഈ വഴി നീ വന്നിട്ടൊക്കെ ഉണ്ട്. ഏ? വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇതിലെ ഒന്നും വരുമ്പോൾ വീഡിയോ ഒന്നും എടുത്താ 1-2 പ്രാവശ്യം ഇതിലെ വന്ന് പോയിട്ടുണ്ട്. നമ്മുടെ യാത്രകൾ മൊത്തം കുമളി റൂട്ടിൽ അല്ല, ഇടുക്കി റൂട്ടിലല്ലേ പൊക്കോണ്ടിരിക്കുന്നത്. രാത്രിയാണോ ഇതുവഴി വന്നത്? എല്ലാ ഇടുക്കി ജില്ലകളിലെ യാത്രകളല്ലേ ഉള്ളൂ. രാത്രിയാണോ ഇതുവഴി വന്നിട്ടുള്ളത്? അതാ ഓർമ്മയില്ല. അതുകൊണ്ടാ. അപ്പൊ നമ്മള് 8 മൈൽ എല്ലാം കഴിഞ്ഞു, നേരെ കുമളി. പണി കഴിഞ്ഞ് എന്തേരം പേരാന്ന് പോകാൻ ഒരുങ്ങിയിരിക്കുന്നത് ആ വഴിയിലല്ലേ? തമിഴ്നാടുകാര്. അത് കമ്പത്തുനിന്നും ഒക്കെ വന്നവര്, പണിക്ക് വന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കയറി വന്നവരാ. നീ അവരുടെ വണ്ടി വരുന്നത് നോക്കി നിൽക്കുവാന്ന് തോന്നുന്നു. അതെ അതെ അതെ. അതുകൊണ്ട് ഈ വഴിക്കുള്ള ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഈ വഴിയിൽ ഇഷ്ടം പോലെ ഇതുപോലെ ഈ ഗാർഡൻ സ്പൈസസ് വിസിറ്റ് ഒക്കെ ഉണ്ട്. അതായത് ഈ തേക്കടി, കുമളി ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ. കൊറേ ടൂറിസ്റ്റ് ഈ പുറത്തുനിന്ന് വരുന്നവരൊക്കെ ഇതുവഴിയാ വന്നു പോകുന്നത്. അതെ അതെ, നമ്മുടെ വണ്ടി പോലെ തന്നെ ഒരു വണ്ടി ഇപ്പൊ അങ്ങ് പോയി. ടൂറിസ്റ്റുകളെല്ലാം വരുമ്പോഴേ ഈ ഭാഗത്ത് വന്നിട്ട് അവര് കംപ്ലീറ്റ് ഈ സ്പൈസസിന്റെ ഗാർഡൻസ് ഉണ്ട്, ഗാർഡൻസിനെല്ലാം വിസിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഇനിയിപ്പോ സീസണാണ്. ഇപ്പൊ ഈ മൂന്നാർ, അതായത് ഒരു റൗണ്ട് ട്രിപ്പാണ് കൂടുതലും വരുന്നത്. അവര് എയർപോർട്ടിലാണ് ഇറങ്ങുന്നതെങ്കിൽ എയർപോർട്ടിൽ നിന്ന് നേരെ മൂന്നാറിൽ നിന്ന് നേരെ തേക്കടിയിൽ നിന്ന് നേരെ ആലപ്പുഴ ഹൗസ് ബോട്ട്, അത്രയും കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത്. ഇനിയിപ്പം ഈ മൂന്നാർ പോലെ തന്നെ രാമക്കൽമേട് ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഇപ്പം വികസിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി റിസോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇടുക്കി ജില്ല ആയതുകൊണ്ടേ കുറെ ഇഷ്ടംപോലെ സീനറികളെല്ലാം ഉണ്ടല്ലോ, കാണാനും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല സ്പൈസസ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ കൂടുതലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചൂട് കൂടുതലായതുകൊണ്ട് ആളുകൾ അവധിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒത്തിരി പേര് വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിലോട്ട് കൂടുതൽ ടൂറിസ്റ്റുകളെ കാണാം. ടൂറിസ്റ്റുകൾ ഒത്തിരി വരുന്നുണ്ട്. ഫോറിനേഴ്സാ കൂടുതൽ. ഫോറിനേഴ്സും ഉണ്ട്, നോർത്ത് ഇന്ത്യൻകാര് ഒത്തിരി വരുന്നുണ്ട്. അത് പണിക്ക് വരുന്നതല്ലേ? അല്ല, നോർത്ത് ഇന്ത്യക്കാര് അല്ലാതെ ജോലിക്ക് വരുന്നവരുണ്ട്. അല്ലാതെ ഒത്തിരി പേര് അവിടുന്ന് ഗസ്റ്റുകളായിട്ട്, ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. നമുക്കവിടെ നമ്മുടെ ജയൻ ചേട്ടന്റെ എറണാകുളത്തെ ഗ്രീൻ വേൾഡ് ട്രാവൽസ്, അവർക്കൊക്കെ ഒത്തിരി ഗസ്റ്റ് ഉണ്ട് ഇങ്ങോട്ട് വരുന്നത്. കുറേ നാള് ടൂറിസ്റ്റുകളെയും കൊണ്ട് ഓടിയിട്ടുണ്ട്. നേരത്തെ വണ്ടി വേറെ വണ്ടി ഉണ്ടായിരുന്നു. നേരെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്രീൻ വേൾഡ് എന്നും പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റ് കമ്പനി ഉണ്ട്, ഒരു ട്രാവൽസ്. കൂട്ടുകാരന്റെ ജയൻ ചേട്ടന്റെ. പുള്ളിയുടെ അവിടുന്ന് ഇഷ്ടംപോലെ ഗസ്റ്റിനെ എടുത്തിട്ട് ഞങ്ങളുടെ സ്ഥിരം റൂട്ടായിരുന്നു ഇത്. അതായത് നേരെ മൂന്നാറിൽ നിന്ന് അവിടെ എല്ലാം കറങ്ങി, എയർപോർട്ടിൽ നാളെ എടുത്ത് മൂന്നാർ പോകും. മൂന്നാറിൽ നിന്ന് കറങ്ങി തിരിച്ച് തേക്കടി വരും. തേക്കടി സ്റ്റേ. തേക്കടിയിൽ നിന്ന് പിന്നെ പിറ്റേ ദിവസം ആലപ്പുഴ ഹൗസ് ബോട്ടൊക്കെ കാണിച്ച് അവരെ തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടുമായിരുന്നു. ഇടുക്കിയിലെ മെയിൻ സ്പോട്ട് എന്ന് പറയാൻ മൂന്നാറായിരുന്നു. മൂന്നാറാ മെയിൻ ആയിട്ട് ആളുകൾ വരുന്നത്. മൂന്നാറ്, തേക്കടി, ആലപ്പുഴ, അങ്ങനെ ഒരു റൗണ്ട് ട്രിപ്പാ തിരിച്ച് കൊച്ചി എയർപോർട്ട്. ഒരു പാക്കേജ്. അങ്ങനെ നേരത്തെ ഞാൻ കുറേ നാള് പോയതാ. അങ്ങനെ ഒത്തിരി ഗസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം നോർത്ത് ഇന്ത്യ എന്നുള്ള ഒത്തിരി ഗസ്റ്റുകളുണ്ട്. അവരൊക്കെ ഇപ്പോഴും വിളിക്കുന്നുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യയോ? പിന്നെ ആന്ധ്രയിൽ നിന്ന് കുറെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും വിളിക്കും. അവര് അടുത്ത ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്ത് നമ്മുടെ നമ്പർ കൊടുക്കും. അല്ല, അവർക്ക് നമ്മളിപ്പോഴും നമ്മളെ വിളിക്കുന്നവർക്കെല്ലാം നമ്മൾ അവരുടെ നമ്പർ കൊടുക്കും, നമ്മുടെ ട്രാവൽസിന്റെ. അപ്പൊ അവരെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ആളെ വിടുന്നുണ്ട് ഇപ്പം. അപ്പൊ നമ്മള് കുമളി എടുക്കാറായി കേട്ടോ. അതെ, നമ്മള് ഇപ്പൊ പുറപ്പെട്ടതാണ്. ഇപ്പൊ 5:30 ഇനി സമയം പോയല്ലേ? സമയം പോയി. നമ്മള് കുമളി 1 മൈൽ ചെന്നിട്ട് 1 മൈലിൽ നമ്മൾ തിരിഞ്ഞു പോകും. ടൗണിൽ പോവുകയില്ല. ടൗണിൽ പോകാതെ നമ്മള്
1-ാം മൈലിൽ തിരിഞ്ഞ് കുമളി മുണ്ടക്കയം റോഡിലോട്ട് കയറും. അതാണ് നമ്മുടെ റൂട്ട്. അതാണ് നമ്മുടെ റൂട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട്. ഇഷ്ടംപോലെ റിസോർട്ടുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആളുകളെല്ലാം വരുന്നു, താമസിക്കുന്നു, പോകുന്നു, കാണുന്നു, പോയവർ വീണ്ടും വരുന്നു. നല്ല സ്ഥലമല്ലേ? ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് കണ്ടു. ഈ സ്പൈസ് പ്ലാന്റേഷൻ വിസിറ്റ് ഇവിടെ അടുപ്പിച്ച്. അതുകൊണ്ട് ഇഷ്ടം പോലെ റൈറ്റ് സൈഡിൽ ഒരെണ്ണമുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണമുണ്ട്. ഇനി കുറച്ചുകൂടെ താഴോട്ട് ചെല്ലുമ്പോ വീണ്ടും ഉണ്ട് ഇഷ്ടം പോലെ. ഇതുണ്ട് ഇവിടെ തേക്കടി നമ്മൾ അകത്തോട്ട് കയറുകയാണെ ഉണ്ടല്ലോ, തേക്കടി മുഴുവൻ കാണാനുണ്ട്. പിന്നെ അവിടെ ആന സഫാരി ഉണ്ട്, ആനപ്പുറത്ത് കയറാം. പിന്നെ അത് ഉണ്ട്. ടൈഗർ റിസർവിന്റെ അകത്ത് നമ്മൾ ഇന്നാള് പോയി താമസിച്ചില്ലേ ഒരു ദിവസം, പെരിയാർ ഹൗസില് KTDC അവിടെ താമസിക്കാം. പിന്നെ അതുപോലെ തന്നെ കളരിപ്പയറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വൈകുന്നേരം ഷോ ഉണ്ട്. ആളുകൾ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ കാണാനായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ളത്. മാർഷൽ ആർട്സ് ഉണ്ട്, കഥകളി ഉണ്ട്. അങ്ങനെ അതെ. ഈ വലത്തോട്ടൊരു വഴിയുണ്ട്, ഇതിലേ കയറി പോയാണല്ലോ ഒട്ടകത്തലമേട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടേ. അങ്ങോട്ട് ഇല്ല, നല്ല അടിപൊളി സ്ഥലമാണ് ഒട്ടകത്തലമേട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കുമളി ടൗൺ തേക്കടി എല്ലാം മൊത്തം കാണാം. നല്ല രസമാണ്. ഇതുണ്ടോ ആൾക്കാർ ചെണ്ടയൊക്കെ കെട്ടിക്കൊണ്ട് വരുന്നുണ്ടോ? ഇതിപ്പം നമ്മള് 1-ാം മൈലായി കേട്ടോ. ഇതാണ് കുമളി 1-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലം. കുമളി നേരെ പോയാൽ കുമളി ടൗണിലോട്ട് പോകും. ട്രാഫിക് ആയിരുന്നല്ലേ, ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അവിടെ ഈ തെരഞ്ഞെടുപ്പ് ജയത്തിന്റെ ആൾക്കാരുടെ റാലി ഉണ്ട്. ഇവിടുന്ന് പിന്നെ ശബരിമല വണ്ടിയുടെ തിരക്കും. നമ്മളിപ്പോൾ 1-ാം മൈലിൽ നിന്ന് തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ കേക്കാർ റോഡിലോട്ട് കയറുന്ന വഴിയാണ് ഇത്. ഇനി അങ്ങോട്ടും ഇത് ചെന്ന് കയറുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചെളിമട എന്ന് പറയുന്ന സ്ഥലമാണ്. ചെളിമട കുമളിക്ക് തൊട്ട് മുന്നേ ഉള്ള ജംഗ്ഷനാണ് ചെളിമട. അങ്ങോട്ടാണ് നമ്മൾ ചെന്ന് കയറുന്നത്. അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് പോയാൽ കുമളി ടൗണിലേക്ക് പോകും. നമ്മൾ റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഈ റോഡില്ലേ, ഇതിന്റെ തൊട്ട് മേളിൽ കൂടെ പോകുന്നതാണ് KK റോഡ്. ഇത് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ ആനവിലാസം കട്ടപ്പനയൊക്കെ പോവാം. ഇതിലെ റൈറ്റില് നമ്മൾ ലെഫ്റ്റ് കയറുക. ലെഫ്റ്റ് കയറി KK റോഡിലോട്ട് ലെഫ്റ്റ് കയറി ചെല്ലുന്ന ജംഗ്ഷനാണ് ചെളിമട. ഈ സ്ഥലത്തിന്റെ പേര് ചെളിമട എന്നാണ്. എല്ലാം വെറൈറ്റി പേരുകളൊക്കെയാണ്. ഇവിടെ നമുക്ക് റൈറ്റ് പോകണം. ഇവിടെ എല്ലാം തിരക്കാന്നല്ലേ. കാണുന്നേ ഫുള്ള് ടൂറിസ്റ്റുകളായോണ്ട് മൊത്തം വണ്ടി ടാക്സിയാ. മൊത്തമല്ല, ഒരു മിക്കവാറും ഉള്ള എല്ലാ ടാക്സി വണ്ടിയാ. ഫുൾ ബ്ലോക്കാ കേട്ടോ. നമ്മള് പോകുന്ന വഴി വലിയ ബ്ലോക്ക് ഇല്ലെന്ന് തോന്നുന്നു. എങ്ങനെയാലും നമുക്ക് കുട്ടിക്കാനം കഴിഞ്ഞ് മുണ്ടക്കയം വരെ ഒന്ന് എത്തി കിട്ടിയ രക്ഷപ്പെട്ടല്ലേ. കണ്ടോ, റോഡിലോട്ട് കേറുവാണെങ്കിൽ വലിയ റോഡിലോട്ടും കേറുവാണെങ്കിൽ കുഴപ്പമില്ലാതെ. ഇതിപ്പം മെയിൻ റോഡായി, ഇത് KK റോഡായി. കണ്ടോ, ടാക്സിയാ. മറ്റേ ശബരിമലയും പിന്നെ ഈ ഇവിടുത്തെ ഫോറിനേഴ്സ് ഒക്കെ ഇതെല്ലാം ഈ ജീപ്പ് സഫാരിക്കുള്ള വണ്ടികളാ. അതാ ഞാൻ പറഞ്ഞ കൊറേ വണ്ടി കണ്ടു. ഇപ്പൊ സീസണായി. ഇനിയിപ്പം ഡിസംബർ ജനുവരി ഒക്കെ സീസണാ. ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ഒഴുകിക്കോളും. ടൂറിസ്റ്റുകളുടെ വണ്ടികളും ശബരിമല വണ്ടികളും കാരണം ഇവിടെ ഫുൾ തിരക്കായിരിക്കും. ഇപ്പൊ തന്നെ നമ്മുടെ ലൈൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിൽക്കുന്നേ. ഓപ്പോസിറ്റ് ലൈൻ അനങ്ങുന്നേ ഇല്ല. അത് അവിടെ ബ്ലോക്കാ, ടൗണ് ബ്ലോക്കാ. അതുകൊണ്ടാ അവിടെ തിരിഞ്ഞു പോകുന്നില്ല. ശരിക്കും ഇത്ര നാളും വന്നിട്ട് ഇതുവരെ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് വന്നിട്ടേ ഇല്ല കേട്ടോ. എല്ലാം കാലിയായിട്ട് കിടന്ന റോഡുകളാണ്. ഞാനും നമ്മള് നേരത്തെ വരുമ്പോഴേ 2 വണ്ടിയൊക്കെ അവിടുന്ന് ഇപ്പുറത്തെ അവിടം വരെ പോയാ കണ്ടതാ. അതുപോലായിരുന്നു. ഇത് എത്ര കിലോമീറ്റർ നീളത്തിലാ ഈ ബ്ലോക്ക് കിടക്കുന്നേ? അതുകൊണ്ട് എത്ര സമയമായി തുടങ്ങിയിട്ട്? എനിക്ക് തോന്നുന്നത് അതെന്നാന്നറിയാമോ, മിണ്ടാതിരിക്കുന്നതേ ചുമയും ജലദോഷം ആയതുകൊണ്ട് അനങ്ങാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ചുമക്കുന്ന വെച്ചാൽ കേൾക്കുന്നു. ശബരിമല സീസണും ഇലക്ഷന്റെ ഇടപാടും എല്ലാം കൂടെ ആയിട്ടാന്ന് തോന്നി ഇത്ര തിരക്ക്. ഇവിടെ വരെ ബ്ലോക്കാ. ഏതാണ്ട് 2 കിലോമീറ്റർ. ബാംഗ്ലൂരിലൊക്കെ ട്രാഫിക് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ലേ. അല്ല, ഇത് നമ്മുടെ ഈ ഇടുക്കി ജില്ലയിൽ അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ഒന്നും വരാറേ ഇല്ല. അങ്ങനെ തിരക്കുള്ള സമയത്ത് മാത്രം. അങ്ങനെ കണ്ടുകൊണ്ട് നമുക്കിത് അപൂർവങ്ങളിൽ അപൂർവം. അതെ, നമ്മൾ ഈ ബ്ലോക്ക് കാണാതിരുന്ന് കാണുന്നതുകൊണ്ടാണ് അപൂർവങ്ങളിൽ അപൂർവമായ ബ്ലോക്ക് ആയിട്ട് തോന്നുന്നത്. ബാംഗ്ലൂരും അങ്ങോട്ടൊക്കെ 4-5 മണിക്കൂറും. മറ്റേ ചൈനയിലല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ഒക്കെ, എത്രയോ മണിക്കൂറുകള് അല്ല ദിവസങ്ങള്. അതൊക്കെ ചില സമയത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ആകുകയല്ലേ.
ഇപ്പൊ പിന്നെ അങ്ങനെ ഒരു വിഷയമൊന്നുമില്ലോ. നമ്മള് ഒരു ശകലം നേരം നോക്ക് കഴിഞ്ഞാൽ അന്നേരം ഫ്രീ ആയില്ലേ. തിരക്കുള്ള സമയത്തല്ലേ ഉള്ളൂ ഇവിടെയൊക്കെ ബ്ലോക്ക് ആകുന്നു. സീസൺ ടൈം ശബരിമലയും പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ വലത്തെ സൈഡ് കാണുന്നുണ്ടല്ലോ, ഇത് ഫുള്ള് കാപ്പിയ, കോഫി പ്ലാന്റേഷൻ ആണ്. ഇതും വിസിറ്റ് ആയിരിക്കും ടൂറിസ്റ്റേഴ്സ്. ഇത് എസ്റ്റേറ്റാണ് ഇവിടുത്തെ. അത് മൊത്തം വർഷങ്ങളായിട്ട് കോഫി പ്ലാന്റ് തന്നെയാണ്. ഏലമില്ല. ഏലം ഉണ്ട്, ഏലം ഇല്ല, ഈ ഭാഗം ഇല്ല. ഇടത്തെ സൈഡിൽ ഏലം ഉണ്ട്. ലെഫ്റ്റ് സൈഡ് ഫുൾ ഏലവും റൈറ്റ് സൈഡ് ഫുള്ള് കാപ്പിയാ. കാപ്പിയുമായിട്ടാ വെച്ചേക്കുന്നത്. ഇവിടുന്നേ ശകലം അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കിനും വലത്തെ സൈഡിലൊരു ഹോട്ടലൊക്കെ ഉണ്ടേ. ഇത് ഈയിടെ തുടങ്ങിയതാ കേട്ടോ, ഇപ്പം സീസൺ ആയില്ലേ. ഇത് കണ്ടോ, ഇത് മൊത്തം ഈ ചിപ്സാ, ചിപ്സ്, മലബാർ ചിപ്സ്. ആ ഒരു കടയിൽ അടുക്കി വെച്ചേക്കോ ചിപ്സ്. ഈ അയ്യപ്പ സീസൺ ആകുമ്പോഴത്തേക്കിനും ഈ കുമളിയിലെ മെയിൻ ഒരു കച്ചവടമാണ് ഈ ചിപ്സ്. നമുക്കും ഒരു യൂണിറ്റ് പോലെ തുടങ്ങാന്നോ? തുടങ്ങിയേക്കാം. ഇതുണ്ടോ, ഇന്നാളെ ഞങ്ങള് വന്നപ്പം ഇവിടെ കയറി ഒരു സൂപ്പൊക്കെ കഴിച്ചാ, നല്ല സൂപ്പായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാം സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആളുണ്ട്. ഇത് നമ്മൾ ഇനി നേരെ ചെല്ലുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? എങ്ങോട്ടാണ്? പെരിയാർ. വണ്ടിപ്പെരിയാർ എന്ന് പറയും, വണ്ടിപ്പെരിയാർ. അവിടെ വരെ നമുക്ക് ചെല്ലണ്ട കേട്ടോ. നല്ല രസമാണ് ഈ വഴിയെ വന്നു പോകാൻ. നല്ല അടിപൊളി സ്ഥലമാണ്, കാണാനൊക്കെ നല്ല സൂപ്പർ പ്ലേസുകളാണ്. അതെ, റോഡും നല്ല ഇപ്പൊ നല്ല വീതിയുമായി, നല്ല രസമുണ്ട്. സീസൺ ആയതുകൊണ്ട് പോലീസിന്റെയും പിന്നെ MVD ഒക്കെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. കുറെ പോലീസ് വണ്ടി. സേഫ് സോണ് ശബരിമല. തിരിവുമല്ലേ? അതെ, ഈ പാലം വരുന്ന ഇപ്പൊ ഈ കഴിഞ്ഞ പാലം വരുന്നതിന് മുന്നേ ഇതിലായിരുന്നു വണ്ടി വന്നുകൊണ്ടിരുന്നത്. ലെഫ്റ്റ് സൈഡിൽ കൂടെ ചെറിയ വഴിയായിരുന്നു. അല്ല അച്ഛേ, പോലീസുകാരൊക്കെ വരുന്നത് സേഫ് സോൺ അല്ലല്ലോ. പോലീസുകാർ വരുന്നത് സേഫ് സോൺ ആക്കാൻ വേണ്ടിട്ടാ. അല്ല, MVDയും പോലീസും ഒക്കെ. അതുകൊണ്ട് കുട്ടിക്കാനം മുതല് കുമളി, കുട്ടിക്കാനം, മുണ്ടക്കയം വരെ സേഫ് സോണാണ് സീസൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെ? അങ്ങനെ അവരെപ്പോഴും അവരുടെ പട്രോളിംഗ് കാണും. കാരണം ഈ ശബരിമല വണ്ടികളൊക്കെ ഒത്തിരി വരുന്നല്ലേ. അപ്പം പല സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളായതുകൊണ്ട് അവര് വഴി ചിലപ്പം ബ്രേക്ക് ഡൗൺ ആവുകയും പിന്നെ രാത്രിയൊക്കെ ഉറക്കമൊക്കെ ഒഴിച്ചൊക്കെ വരുന്നതല്ലേ. അപ്പൊ അതൊക്കെ MVD ഒക്കെ എപ്പോഴും ചെക്കിംഗ് ഒക്കെ ഉണ്ട്. കൂടുതലായിട്ട് ഉറങ്ങിയൊക്കെ വരുന്ന ആൾക്കാരെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വണ്ടിയൊക്കെ നിർത്തി ഇവിടെയാണ് പോകുന്നത്. ഇതെല്ലാം ചിപ്സ് കടകളും ഉണ്ടോ, അയ്യപ്പന്മാരുടെ വണ്ടിയെല്ലാം വന്ന് ചിപ്സ് കണ്ടോ, ഇത് മുഴുവൻ ചിപ്സ് കടയാണ് കണ്ടോ. അവര് അയ്യപ്പന്മാര് വന്ന് ഇഷ്ടം പോലെ വാങ്ങിച്ചോണ്ട് പോകും. അവർക്ക് നല്ല കച്ചവടമാണ് ഈ സീസണിൽ 2-3 മാസം. വണ്ടിയിരുന്ന് തിന്നാനൊക്കെ ആയിട്ട് മേടിക്കുന്ന, വണ്ടിയിലിരുന്ന് തിന്നാനും വീട്ടിൽ കൊണ്ടുപോകാനും, വീട്ടിൽ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ച് ഗിഫ്റ്റ് ആയിട്ടൊക്കെ വീട്ടുകാർക്കൊക്കെ കൊണ്ടു കൊടുക്കും. നമുക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ടും നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആള് വീട്ടിലുള്ളത് കൊണ്ടും അല്ലേ നമുക്ക് ചിപ്സിനോട് ഒരു വിലയില്ലാത്തേ. ചിപ്സ് ഉണ്ടാക്കുന്ന ആൾ ഇവിടെ ഇരിപ്പുണ്ട്. അതെ, വേണ്ടന്നേരം ഇവിടെ ഒക്കെ തിരിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് ചെല്ലുമ്പോണ്ടല്ലോ പോപ്പി, നല്ല അടിപൊളി തേയിലത്തോട്ടോ. പിന്നെ ഇനി ഈ ഇവിടെ നമ്മളെ പെരിയാറ് വരെ, പെരിയാറ് ഇപ്പുറം പോലെ അങ്ങ് തുടങ്ങും. നമുക്ക് കുട്ടിക്കാനം വരെ നല്ല അടിപൊളി സീനറി. ഒരു ചായ കുടിച്ചാലോ? ചായ കുടിക്കാം അല്ലേ? ദൂരം ശകലം കൂടെ അങ്ങോട്ട് പോയിട്ട് കുടിക്കാം. മോഹൻലാല് പറയുന്നല്ലോ, ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുമല്ലേ. വാങ്ങിക്കാന്നേ, ഒരു ചായയും കുടിച്ച് രോഗിക്ക് വിക്സും മേടിച്ചിട്ട് പോകാല്ലേ. നമ്മളെ കുമളി കഴിഞ്ഞിട്ട് നമ്മള് വരുന്ന വഴിക്കുള്ള അമ്പലമൊക്കെയാണ് ചോറ്റുപാറ എന്ന ഈ സ്ഥലപ്പേര്. ചോറ്റുപാറയിൽ വന്നപ്പോൾ നമുക്കൊന്ന് ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് നിർത്തി. എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് പയ്യെ പോകാന്ന് തോന്നി. വരിപ്പട എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ല അല്ലേ. ഈ ചോറ്റുപാറയും പരിസര പ്രദേശങ്ങളും ഒക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. നല്ല തേയിലത്തോട്ടങ്ങളും ഇഷ്ടംപോലെ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല വ്യൂ ആണ് കാണാൻ. നല്ല രസമുണ്ട്. തൂക്കുപാലത്തിന്റെ അടുത്ത് ഒരു ചോറ്റുപാറയില്ലേ? അതുണ്ട്. സ്ഥലപ്പേരുകൾ ഇഷ്ടം പോലെ അടുത്തടുത്തുണ്ടെന്നേ. ഇവിടെ നല്ല രസമല്ലേ കാണാൻ. അതെ, തേയിലത്തോട്ടങ്ങളല്ലേ മൊത്തം. പിന്നെ KK റോഡിന്റെ ഒരു ഭംഗി വേറെയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനും. നല്ല അടിപൊളി സ്ഥലങ്ങളുമാണ് ഈ ഭാഗങ്ങളെല്ലാം. നമുക്ക് കാണാൻ സുഖമുണ്ട്. ഒരു ചായ, ഒരു കടിഞ്ചായ. ചുമച്ച് ഞാൻ ഒരു വരുവോ, ഏതായാലും ഒരു ചൂട് കാപ്പി കുടിച്ചപ്പോഴേ തൊണ്ടയ്ക്കൊരു നല്ല സുഖം. ഞാൻ ഏലാതി വാങ്ങിച്ചിട്ടുണ്ട്, അതും കൂടെ കഴിച്ചിട്ട് പോകാം. വരുമായിരിക്കും. ചായ കുഴപ്പമില്ലായിരുന്നു. അല്ല, ഇത് ജലദോഷത്തിന് നല്ലതെന്നാ പറഞ്ഞേ. ഇതെന്തുവാ? കാട്ടുതൈല, കാട്ടുള്ളി ചേർത്ത തൈല്.
നോക്ക് കുറച്ച് നടന്നോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതും പരീക്ഷിക്കും. ആണോ? പോകാന്ന്. പോയേക്കാം. അങ്ങനെ നമ്മൾ പെരിയാർ ടൗൺ ആയി കേട്ടോ. പെരിയാർ ടൗണിലായപ്പോഴത്തേക്കും രാത്രിയായി. ഇനിയിപ്പോൾ നമ്മൾ മുണ്ടക്കയത്ത് ചെല്ലുമ്പോൾ ഒരു സമയമാവും. നല്ല തിരക്കുവാ വഴി. പെരിയാർ ടൗണിന്റെ നൈറ്റ് വ്യൂ ആണോ ഇത്? കുറെ ദൂരം ഉണ്ടോ മുണ്ടക്കയത്തിന്? പിന്നെ നീ ഇവിടുന്ന് കുട്ടിക്കാനം ഒക്കെ ചെന്നിട്ട് വേണ്ടേ മുണ്ടക്കയം പോകാൻ. പെരിയാർ വലിയ ടൗണാ അല്ലേ? പെരിയാർ നല്ല ടൗണാണ്. പെരിയാറ്റിലെ കൂടുതലും ഒത്തിരി തമിഴ്ക്കാരുണ്ട്. ഈ എസ്റ്റേറ്റ് മേഖലയായതുകൊണ്ട് അതെ. അവരുടെ കച്ചവടമാണ് കൂടുതൽ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടേ വൈകുന്നേരം എല്ലാരും ടൗണിൽ ഇറങ്ങുന്ന ദിവസമാണ്. കുമളിക്കുള്ള കൊണ്ടോടി വരുന്നു. കുമളിക്ക് ഒത്തിരി ബസ് ഉണ്ട് കേട്ടോ. കോട്ടയം കുമളി മുണ്ടക്കയം. പെരിയാർ നേരത്തെ ഒരു പാലം ഉള്ളായിരുന്നു കേട്ടോ. അതായത് ഈ നേരെ ഇപ്പൊ നമ്മൾ പോകുന്നത് അത് മാർക്കറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ വലത്തെ സൈഡിൽ ഒരു പാലം കൂടെ ഉണ്ടായി. ഇപ്പൊ 2 പാലമുണ്ട്. മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇഷ്ടം പോലെ വെള്ളമാണ്. ഇപ്പം മഴ മാറിയപ്പോഴേ വെള്ളം അങ്ങ് കുറഞ്ഞു, തിരക്ക് കുറഞ്ഞു കണ്ടോ. ശരിയാ അല്ലേ? ആ. ഒരു ബസ് പോകുന്നുണ്ട്. അത് ഈ രാത്രി ആയതുകൊണ്ട് വെട്ടമുള്ളവ കൊണ്ട് നല്ലപോലെ കാണാല്ലേ. ആ പകല് പോയാൽ ഇവിടെ എല്ലാം കാടാന്ന് തോന്നുവേ. അതെ അതെ രാത്രി പോയാല് ലൈറ്റ് വെട്ടം കാണുമ്പോഴേ ഇവിടെ എല്ലാം വീടും ആൾക്കാർ താമസം ഉണ്ടെന്ന് അറിയുന്നുള്ളൂ അല്ലേ. ഒന്ന് ഓർത്താ എന്തേറെ ആൾക്കാർ ഇവിടെ എല്ലാം താമസിക്കുന്നല്ലേ. ഞാൻ ഇവിടെ വന്നിട്ടേ ഒരു മാരുതി 800 എടുത്തോണ്ട് വന്നാ. അതെ, കോപ്പി ഉണ്ടായ സമയത്ത് എടുത്ത ആ വണ്ടി എത്ര നാൾ ഓടി അതും കൊണ്ട് പൂഞ്ഞാറിന്. ഇപ്പൊ എവിടെ ഉണ്ടോ ആവും. അതെ, അതുകൊണ്ട് ഒരു പ്രാവശ്യം ഓർക്കുന്നുണ്ടോ വഴി വെച്ച് ഗിയർ ഒരു കൈ ഇരുന്നത്. വഴിയിലല്ല, ഗിയർ മാറാൻ നോക്കുമ്പോ ഗിയർ ലിവർ ഒരു കൈ ഇരുന്നു. ഇനി ഇതെങ്ങനെ മാറും? പിന്നെ അന്നേരം ഓട്ടോറിക്ഷക്കാര് പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം നമ്മുടെ കമ്പനിക്കാര് പിള്ളേരുണ്ടായിരുന്നതുകൊണ്ട് അവന്മാർ ഓടി വന്ന് തള്ളി സൈഡിലാക്കി തന്നു. പക്ഷെ അതുകൊണ്ട് നമ്മൾ എത്ര നാൾ ഇതിലെല്ലാം പോയല്ലേ. അതെ 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 അതെ. പൂഞ്ഞാറിന് സ്ഥിരം പോക്കായിരുന്നു ഹോമിയോയില്. ആശുപത്രി പോക്കെല്ലാം അതേലായിരുന്നു. കരടിക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ്. കരടിക്കുഴി സ്ഥലപ്പേര് അങ്ങനെ, കരടിക്കുഴി എന്നാണ്. ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, കരടിക്കുഴി എസ്റ്റേറ്റ് എന്നും പറഞ്ഞ്, തേയിലയുടെ അങ്ങനെ പേരായതാണ്. ഈ സ്ഥലത്തിന്റെ പേര് കരടിക്കുഴി എന്നാണ്. ഇവിടെ കണ്ടോ സീസൺ ആയി കഴിയുമ്പോഴത്തേക്കിനുമേ സ്വാമിമാരുടെ കച്ചവടമാണ് കൂടുതൽ. ഈ വലത്തെ സൈഡില് തേയിലയുടെ ഒരു ഹോൾസെയിൽ ഫാക്ടറി ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇഷ്ടം പോലെ ആളുകളാ ഇവിടെ വണ്ടി നിർത്തി കഴിക്കാനൊക്കെ. കിടക്കുന്നേ ഇതിപ്പോ നമ്മള് മറ്റേ ഇവിടെ മുക്കുഴിയിലും കുഴിമാവിലും ഒക്കെ ചെന്ന പോലെ ഉണ്ട്. അതെ അതെ അതെ. സീസൺ ആയി കഴിഞ്ഞാൽ ഈ വഴി നല്ല തിരക്കാ. ഇനിയിപ്പോ നമ്മൾ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പട്ടുമലയില്ലേ, പട്ടുമല, അതായത് പട്ടുമല പള്ളിയുടെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അത് തന്നെ. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് നമ്മൾ പട്ടുമല പള്ളിയുടെ അവിടെ എത്തി കേട്ടോ. പട്ടുമല പള്ളി നല്ല അടിപൊളിയാണ്, രാത്രിയിലൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. പട്ടുമല പള്ളിയൊക്കെ ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പകല് മനോഹരം, രാത്രിയിൽ അതിമനോഹരം എന്ന് പറഞ്ഞ പോലെ അല്ലേ ഓരോ സ്ഥലങ്ങളും. നമ്മളേ പാമ്പനാറായി കേട്ടോ. പാമ്പനാറ് എന്ന് പറഞ്ഞത് ഇവിടെയൊക്കെ മഴ പെയ്തു കേട്ടോ. കുറച്ചപ്പുറം മുന്നേ വരെ മഴയില്ലായിരുന്നു. നമ്മൾ പാമ്പനാറ് ടൗണ് കഴിയാറായി കേട്ടോ. ഈ പാമ്പനാറ് ടൗണ് കഴിഞ്ഞിട്ടേ ശക്കലം നമ്മൾ ഈ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും നമുക്ക് റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട് പോകുന്നുണ്ടേ. ആ വഴി പോവുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് കട്ടപ്പന റൂട്ടിലോട്ട് ചെന്ന് കയറും. കുട്ടിക്കാനത്തുനിന്ന് വന്ന് അവിടെ ഒരു അത് കഴിഞ്ഞൊരു വളമുണ്ട്, അവിടെ വന്ന് കയറും. അത് തന്നെ പള്ളിക്കുന്ന്. മറ്റേ നമ്മളന്ന് കയറി ബ്രിട്ടീഷുകാരുടെ അത് തന്നെ. അത് കഴിഞ്ഞ് മേളിൽ വരുമ്പോൾ കരുതുണ്ട് ഈ വലത്തോട്ട് വഴിയുണ്ട്, അതിലെ പോയാൽ. നമ്മള് മത്തായിക്കൊക്കെ എത്തി കേട്ടോ. ഈ വളവാണോ? ഈ വളവ് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത് മത്തായിക്കൊക്കയിലോട്ടാണ് ചെല്ലുന്നത്. നല്ല മഞ്ഞും ഒക്കെ ഉണ്ട്, മഞ്ഞുണ്ട് കേട്ടോ. കഥ പറഞ്ഞേ. കഥയോ? മത്തായി എന്ന് പറഞ്ഞ ഒരാള് കാളവണ്ടി, പണ്ട് ഇതിലെ വഴിയൊക്കെ കുറവുണ്ടായിരുന്ന സമയത്ത് കാളവണ്ടിക്കായിരുന്നു സാധനം കൊണ്ടിരുന്നത്. അപ്പൊ കാളവണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഒരു കൊക്ക വീണ് മരിച്ച മത്തായിയും കാളയും കൂടെ. അറിയണ്ടായിരുന്നു. അതെ. പിന്നെ ആ ഇന്നോവ ഇപ്പൊ ചെല്ലുന്നില്ലേ, ആ ലെഫ്റ്റ് സൈഡ് ഇതാണ് മത്തായി കൊക്ക. ഇവിടെയാണ് മത്തായി കൊക്ക എന്ന് പറയുന്ന സ്ഥലം. രാത്രി വന്നുകൊണ്ട് പേടിയല്ലേ? അതെ. ഇനി നമ്മൾ നേരെ ചെല്ലുന്ന പീരുമേടെന്ന് പറയും കേട്ടോ. പീരുമേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് പീരുമേട്. പക്ഷെ നമ്മൾ രാത്രിയായി പോയി. ഈ കാണുന്ന കേട്ടോ പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഈ വലത്തെ സൈഡിൽ കാണുന്നത് കണ്ടോ. നമ്മള് പീരുമേടെത്തി. അങ്ങനെ പീരുമേടെത്തി. ഈ വളവങ്ങ് തിരിഞ്ഞ് ചെല്ലുന്ന ഒരു പാലം കയറുന്നത്, പാലം കയറി അങ്ങ് ചെല്ലുമ്പോൾ പീരുമേട്ടിലോട്ടാണ് ചെല്ലുന്നത്. അല്ല, പീരുമേടല്ലേ ഇത്? പീരുമേടായി. നമ്മൾ പീരുമേട് ടൗണിലേക്ക് എന്ന് കയറുക. പീരുമേട് ഈ പാലം അങ്ങ് കയറി ചെല്ലുന്ന പീരുമേട് ടൗൺ. ഇവിടുന്ന്
ഇത് കഴിഞ്ഞിട്ട് മുന്നോട്ട് ചെല്ലുമ്പോണ്ടല്ലോ പകലായിരുന്നെങ്കിൽ നല്ല അടിപൊളി സ്ഥലം ഉണ്ടായിരുന്നു. തട്ടാത്തിക്കാനം എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ തട്ടാത്തിക്കാനത്താണ് അവിടെ പൈൻ ഫോറസ്റ്റ് ഉണ്ട്. പൈൻ വാലി അല്ല, വാഗമണിലെ പോലെ പൈൻ ഫോറസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. പകലാണെങ്കിൽ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു അവിടെ. നമ്മൾ പീരുമേട് കഴിഞ്ഞ് ഇനി നേരെ പോകുന്നത് തട്ടാത്തിക്കാനമാണ് കേട്ടോ. തട്ടാത്തിക്കാനം സ്ഥലപ്പേരൊക്കെ ഓർത്തോർത്തിരുന്നോണം കേട്ടോ. ഞാൻ മറന്നു. എനിക്കിപ്പോ മറവിയാ, ഞാനും മറന്നു. പിന്നെ മുമ്പേ കഴിച്ചെന്നാന്ന് ചോദിച്ചാ മറന്നു. പിന്നെ നീ എന്നെ ഓന്താണോ? മറന്നു പോവാൻ ഓന്ത് മറക്കുവോ? ഓന്തല്ല അരണ. അതെ അല്ലേ? അരണയ്ക്ക് പെട്ടെന്ന് മറവിയാണ്. ആ അത് ശരിയാ, അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വേറെ വണ്ടികളുണ്ട് കേട്ടോ. ഈ വളവ് നമ്മൾ തിരിഞ്ഞ് കയറി ചെല്ലുന്നുണ്ടല്ലോ സ്ഥലമാണ് തട്ടാത്തിക്കാനം എന്ന് പറയുന്നത്. ഈ തട്ടാത്തിക്കാനത്തെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്നാണെന്നറിയാവോ? ഇവിടെ ആനശല്യമുള്ള സ്ഥലമാണ്. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് അങ്ങനെ ഒരു ശല്യം തുടങ്ങിയത്. ഈ പീരുമേട് ആ ഭാഗമൊക്കെ ഫോറസ്റ്റ് ഏരിയ വരുന്നുണ്ട്. അപ്പൊ ഈ സ്കൂള് ഈ വലത്തെ സൈഡിൽ കാണുന്നത്, ഇടത്തെ സൈഡിൽ കാണുന്നത് സ്കൂളാണ്. അപ്പൊ പിള്ളേർ ഇവിടെ ബസ് നോക്കി നിൽക്കുകയായിരുന്നു. ഇവിടെ വെയിറ്റിംഗ് ഷെഡിന്റെ അവിടെ. അപ്പോൾ ഇവിടുന്ന് ആന ഇറങ്ങി വന്നിട്ട് പിള്ളേരെ ഓടിച്ചു. ഏതായാലും ഭാഗ്യത്തിന് ആർക്കൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫോറസ്റ്റുകാരുടെ പെട്രോളിംഗ് ഒക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പീരുമേട്ടിലൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് ഈ വന്യമൃഗശല്യം കൂടുതലാണ്. നൈറ്റിലൊക്കെ പോരുമ്പം നോക്കി സൂക്ഷിച്ചൊക്കെ പോകണം. ആനയൊക്കെ കാണും ചിലപ്പോൾ. അതെ, ഇത് ഈ വളവങ്ങ് തിരിഞ്ഞങ്ങ് ചെല്ലുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് അത് ആ കാണുന്നതാണ് പൈൻ ഫോറസ്റ്റിന്റെ എൻട്രി. അതാ പറഞ്ഞത്. ഇതുണ്ട്, ഇത് പൈൻ ഫോറസ്റ്റിന്റെ എൻട്രി ഇവിടെ. പകലാണ് ഇവിടെ നല്ല ആളും തിരക്കും ഒക്കെ ഉണ്ട്. അവിടെ ഫോറസ്റ്റുകാരല്ല എന്നത്. ഇവിടെ ആന ഇറങ്ങുന്നത്, അതുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത്. അവര് അവരുടെ കയ്യില് മറ്റേ പടക്കമൊക്കെ കാണും ആനയെ ഓടിക്കാനായിട്ട്. റിസോർട്ടാ, കുട്ടിക്കാനമായി കേട്ടോ. കുട്ടിക്കാനത്ത് ഇഷ്ടം പോലെ റിസോർട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടിക്കാനം ഇപ്പൊ ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറിക്കൊണ്ടിരിക്കുക. അതെ, ഇപ്പൊ ഇഷ്ടം പോലെ റിസോർട്ടുകൾ കുട്ടിക്കാനം കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. കുട്ടിക്കാനം, പീരുമേട്, പിന്നെ അതുപോലെ തന്നെ ഏലപ്പാറ, ഈ ഭാഗമല്ല, ഈ വാഗമണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളും ഒക്കെ അല്ലേ. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റിസോർട്ടുകൾ വരുന്നുണ്ട്. നമ്മളങ്ങനെ കുട്ടിക്കാനം ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 വളവൂടെ തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുട്ടിക്കാനമായി. അതെ അതെ. ഇനി പകലല്ലേ കുട്ടിക്കാനം കണ്ടേക്കുന്നത്, രാത്രി അധികം കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മള് കുട്ടിക്കാനമായി. നമ്മൾ സാധാരണ വരുന്നത് ആ വലത്തു നിന്നുള്ള വഴിയാ, കട്ടപ്പനയിൽ നിന്ന് വരുന്നത് ആ വഴിയാ. ഈ പ്രാവശ്യം നമ്മൾ കുമളി വഴി വന്നതുകൊണ്ട് കുറെ സമയം പോയി കിട്ടി. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കുട്ടിക്കാനം ജംഗ്ഷൻ കഴിഞ്ഞ് മുണ്ടക്കയം റൂട്ടിലോട്ട് തിരിഞ്ഞു കേട്ടോ. അപ്പൊ ഇവിടെ താഴെ ഒരു കടയൊക്കെ ഉണ്ട്, അവിടെ കയറണോ ഇനി? അങ്ങനെ നമ്മൾ 35-ാം മൈലായി കേട്ടോ. 35-ാം മൈലില് MMD ഹോസ്പിറ്റലാണിത്. നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ചെയ്ത് നല്ല ഒരുങ്ങി നിൽക്കുകയാണ്. ന്യൂ ഇയറും ക്രിസ്മസിനെയൊക്കെ വരവേൽക്കാനായിട്ടാണെന്ന് തോന്നുന്നു. നല്ലപോലെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കാണാൻ. നമ്മൾ ആ റോഡിൽ പോകുമ്പോൾ നല്ല സെറ്റപ്പായിട്ട് കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ജയചന്ദ്രൻ ചേട്ടൻ്റെ മോളുടെ കല്യാണ ഫംഗ്ഷന് അവരുടെ വീട്ടിലെത്തി കേട്ടോ. നല്ല അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. പിള്ളേരെല്ലാം നല്ല സൂപ്പർ ഡാൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളി ഡാൻസുകൾ. പിന്നെ ജയേന്ദ്രൻ ചേട്ടൻ എരുമേലി ഡിപ്പോയിൽ ഒരു KSRTCയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ സ്റ്റാഫുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എന്നാണല്ലോ ചേട്ടന്മാർ ഗാനമേള അടിപൊളിയായിരുന്നു. പിള്ളേരുടെ ഡാൻസും പിന്നെ ചേട്ടന്മാരുടെ ഗാനമേളയൊക്കെ നല്ല അടിപൊളിയായിരുന്നു അല്ലേ. നല്ല കലാകാരന്മാരായിരുന്നു എല്ലാവരും. അതെ, ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അങ്ങ് പോയേക്കാന്നൊക്കെ വിചാരിച്ച് പോയതാ. പക്ഷെ ഈ ഗാനമേളയൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, അവിടുന്ന് പോകാനേ തോന്നിയില്ല. നമ്മളങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും കോരത്തോട്ടിലെത്തി. കല്യാണ വീട്ടിലൊന്ന് കയറി വൈകിട്ടത്തെ ഫംഗ്ഷൻ എല്ലാം കൂടി തിരിച്ച് നമ്മൾ കോരത്തോട്ടിൽ ഇവിടെ ശ്രീചേട്ടൻ്റെ വീട്ടിൽ വന്നേ. അപ്പോൾ ഇവിടെ വേറെ ആരുമില്ല, ശ്രീചേട്ടൻ മാത്രമേ ഉള്ളൂ. പിള്ളേർ ഹോസ്റ്റലില്ല, ചേച്ചി സൗദിയിലാണ്. അപ്പോൾ വേറെ ആരുമില്ല. അതുകൊണ്ട് നമ്മളിന്ന് ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ എണീറ്റ് ആറ്റി ചാടാൻ സമയമുണ്ടെന്ന് ആറ്റി പോകും, ഇല്ലെങ്കിൽ അമ്പലത്തിലൊന്ന് പോകണം. പിന്നെ ആറ്റി സമയമുണ്ടേ ഒന്ന് പോകണം. പിന്നെ കല്യാണത്തിന് ചോറ്റിപ്പോയി കല്യാണം കൂടി തിരിച്ചു പോകും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.